എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കണ്ടോ, ഇതെന്താണ് ഇരിക്കുന്നത് എല്ലാവരും കണ്ടല്ലേ? എല്ലാവർക്കും അറിയാം വഴുതനങ്ങയാണെന്ന് അല്ലേ? ഇത് വറുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഒരു 2 വഴുതനങ്ങ ഞാൻ കട്ട് ചെയ്തു. കണ്ടില്ലേ? ഇതാണ് 2 വഴുതനങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്തോ അതിശയമൊന്നുമില്ലല്ലോ, എല്ലാവരും ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് സമയം നമ്മൾ ഒരു ഓം നമഃശിവായ എപ്പോഴും ചൊല്ലും. വിളക്കത്തിക്കുമ്പോഴും എല്ലാം ഓം നമഃശിവായ ഓം നമഃശിവായ എന്നല്ലേ നമ്മൾ പറയുന്നത്. കൂടുതലും ഞാൻ അങ്ങനെ ഇപ്പം പ്രാർത്ഥിക്കുന്നത് കൂടുതലും ഓം നമഃശിവായ തന്നെയാണ്. പ്രണവമന്ത്രം ഓം നമഃശിവായ, എപ്പോഴും ഓം നമഃശിവായ തന്നെ വിളക്കത്തിക്കുമ്പോൾ. ഇന്ന് ഈ വഴുതനങ്ങ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ സാധാരണ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ലല്ലേ? പക്ഷേ ഇന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വഴുതനങ്ങയിലെല്ലാം ഓം ഓം ആയിരുന്നു. ഓം, തിരിച്ചും മറിച്ചും ഓം, എങ്ങനെ നോക്കിയാലും ഓം. കണ്ടില്ലേ? തിരിച്ചു നോക്കിയാലും ഓം, ഇങ്ങനെ നോക്കിയാലും ഓം. കണ്ടില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനിത് വറുക്കാനെടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വറുത്തില്ല. അപ്പോൾ ഒരു വീഡിയോസ് ഇടാമെന്ന് വെച്ച്. എനിക്ക് ഈ ഓം കിട്ടിയപ്പോൾ മഹാദേവനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. എനിക്ക് ഓം കിട്ടിയപ്പോൾ ഞാൻ വലിയ സന്തോഷവതിയായി. അതേപോലെ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവരും കണ്ടില്ലേ? ഓം എങ്ങനെ നോക്കിയാലും വേറെ ഒന്നിലുമില്ല, 2 എണ്ണത്തിൽ മാത്രം 2 വഴുതനങ്ങ കട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഓം. കണ്ടില്ലേ? എങ്ങനെ തിരിച്ച് നോക്കിയാലും ഒരു ചിഹ്നവും ഓമിൻ്റെ അതേപോലെ തന്നെ എനിക്ക് കിട്ടി. വലിയ സന്തോഷമായി. ഓം നമഃശിവായ. ഇത് നിങ്ങളേക്കും കാണിച്ചു തന്നു. ഇത് എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നിങ്ങളും ഇതേപോലെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് കട്ട് ചെയ്തിടാതെ അതിൽ എന്തെങ്കിലും ഒരു ചിഹ്നം ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ എനിക്കിതിനകത്ത് വേറൊരെണ്ണത്തിനകത്തൊരു ലവിനെ കിട്ടിയായിരുന്നു. അത് ഞാൻ പിന്നെ കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഒരു ലവ് കിട്ടി, പിന്നെ ഒരു പൂവും കിട്ടി. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമുക്ക് ഈ ഓം നമഃശിവായ, ഓം മഹാദേവൻ്റെ ഓം ഓം ഓം. എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് വലിയ സന്തോഷമാണ്. ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ പച്ചക്കറിയിലും ഓരോ കിളികളെയും ഒക്കെ ഓരോരുത്തർ കാണിക്കുമ്പോൾ നമ്മൾ എനിക്കിതൊക്കെ ഉണ്ടാക്കി കാണിക്കുകയാണെന്ന്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ആരെങ്കിലും വരച്ച് വെച്ചേക്കുകയായിരിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വഴുതനങ്ങയൊക്കെ മുറിക്കുമ്പോൾ ഇങ്ങനെ ഓം കാണുമോ എന്നൊക്കെ നമുക്ക് അതിശയം വരുമല്ലേ? എന്നാൽ ഇതാണ്ടേ ഓം, തിരിച്ചു നോക്കിയാലും ഓം, തിരിച്ചു നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഓം. ഒരു 2 ഓമിനകത്ത് മേളിൽ ഒരു ചിഹ്നം. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള കൂട്ടുകാർക്ക് ഈ ഓം പ്രണവമന്ത്രം എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഓം നമഃശിവായ. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.